തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യം നമ്മൾ കാണുകയാണ്. സ്ഥാനാർത്ഥി പള്ളിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുകയാണ്. രാജൻ ജെ പല്ലൻ അവിടെ എല്ലാവരും വോട്ട് എണ്ണുന്നതിന് മുൻപ് ആരാധനാലയങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് കണ്ടു, കെ എസ് ശബരിനാഥനെ കണ്ടു, വി എസ് ശിവകുമാറിനെ കണ്ടു. അപ്പൊ വോട്ട് എണ്ണുന്നതിന് മുൻപ് സ്വാഭാവികമാണ് നെഞ്ചിടിപ്പുണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ അവരുടെ വിശ്വാസം അത് കാക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധനാലയങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. അപ്പം MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലിഷോയ്, വലിയ ആകാംക്ഷയുണ്ട് ഇത്തവണ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിൽ വോട്ട് ജില്ലയിൽ ആകെ പിടിച്ചിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ ഏത് മുന്നണിയിൽ നിന്ന് പോകും എന്നുള്ള ആകാംക്ഷയൊക്കെയുണ്ട് ലിഷോയ്. തീർച്ചയായും വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എന്തായാലും വോട്ടെണ്ണാനിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം UDFും അതുപോലെ തന്നെ BJPയും വലിയ ഒരു പോരാട്ടം, അതിനോടൊപ്പം തന്നെ LDFും ഒരു വലിയ ത്രികോണ പോരാട്ടം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ രാജൻ ജെ പല്ലനുണ്ട്, വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം ഇപ്പോൾ ലൂർദ് പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ. ഇനിയിപ്പോൾ പ്രതീക്ഷകൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, എന്നാലും ഇല്ല, ലൂർദ് പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. നേരെ പുറയിലാണ് ഞാൻ താമസിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് ഇന്ന് കൗണ്ടിങ് ആണല്ലോ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് ലൂർദ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 6 മണിക്കാണ് കുർബാന. 6 മണിക്ക് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാം എന്നാണ് കരുതുന്നത്. ടെൻഷനുണ്ടോ? ഇല്ല, ടെൻഷനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എനിക്ക് ജനങ്ങളുമായിട്ടുള്ള 10-25 വർഷത്തെ കൗൺസിലർ എന്നായിട്ടുള്ള ബന്ധം, പിന്നെ മേയറായിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള ഒരു ഊർജ്ജം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഈ നിമിഷം പോലും ഞാൻ കരുതുന്നത്. വലിയ പോരാട്ടമൊക്കെ നടന്നൊരു സ്ഥലമാണ്. അതെ, തൃശ്ശൂര് വലിയ പോരാട്ടം തന്നെയായിരുന്നു. 3 സ്ഥാനാർത്ഥികളും എല്ലാവരും തന്നെ സൗഹൃദപരമായിട്ടാണെങ്കിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വിജയം UDFിനോടൊപ്പമായിരിക്കും. എന്തായാലും രാജൻ ജെ പല്ലൻ ഇവിടെ ലൂർദ് പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുർബാന തുടങ്ങാനായിട്ട് പോവുകയാണ്, അദ്ദേഹം അതേക്ക് പോവുകയാണ്. അതിനോടൊപ്പം പ്രതീക്ഷകൾ ഒരു സൈലന്റ് കില്ലറായി തൃശ്ശൂരിൽ മാറുമോ രാജൻ പല്ലൻ എന്നുള്ളതാണ് അറിയേണ്ടത്. സാംസ്കാരിക മണ്ണാണ്, സാംസ്കാരിക മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഒരു സൈലന്റ് കില്ലറായി തൃശ്ശൂരിൽ രാജൻ പല്ലൻ മാറിയാൽ അത്ഭുതങ്ങളില്ല. ഒരു ടഫ് ഫൈറ്റ് എന്തായാലും തൃശ്ശൂർ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.